KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധത്തിൻ്റെയും സമരങ്ങളുടെയും സ്വഭാവം നിയന്ത്രണങ്ങൾ വിട്ടുപോയി എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ ഇത്തരം നിയന്ത്രണങ്ങൾ കടന്നുപോകുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരെ മറുപടി പറയുന്ന നിലയിലേക്ക് പ്രകോപനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പോയിരുന്നൊരു ഘട്ടത്തിലാണിപ്പോൾ KSU-ന്റെ പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്ക് എന്ന വിവരം വരുന്നത്. എവിടെയാണ് പ്രതിഷേധം നടന്നത്, എങ്ങനെയാണ് വീണ ജോർജിന് പരിക്കേറ്റതെന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വയ്ക്കുകയും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്ത സംഭവത്തിൽ വ്യാപകമായി പോലീസിൻ്റെ അറസ്റ്റ് നടക്കുകയാണ്. പാറശാലയിൽ നിന്നടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ ഇന്നും അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരമാണ്. നിഖിലുണ്ട്. നിഖിലെ, എന്താണ് സംഭവിച്ചത്? KSU-ന്റെ പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണ്? ഏതായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കണ്ണൂർ ജില്ലയിലെ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ആദ്യം പ്രതിഷേധം ഉണ്ടായത്. ഈ പ്രതിഷേധത്തിന് ഇടയിലാണ് മന്ത്രിക്ക് പരിക്ക് പറ്റിയതായുള്ള വിവരം വരുന്നത്. അതായത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആദ്യം KSU പ്രവർത്തകർ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി എത്തി. ഇവിടെ പ്രതിഷേധക്കാരും മന്ത്രിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായതായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ കയറാൻ പോകുന്നതിനിടെ മന്ത്രിക്ക് കഴുത്തിനും കൈക്കും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി പോയിരിക്കുന്നത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ കൂടുതലായി ലഭിക്കും. അതായത് നിഖിലെ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ ദിവസവും ഈ സമരത്തിന്റെ രീതികൾ ഒരല്പം നിയന്ത്രണം വിട്ട് പോകുന്നു എന്ന നിലയിലുള്ള ഒരു കുറ്റസമ്മതം പോലെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ്, ഈ പ്രതിഷേധത്തിനിടയിൽ മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ഒരു ആക്രമണം KSU വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണോ മന്ത്രിക്ക് ശാരീരികമായി പരിക്ക് പറ്റാൻ അല്ലെങ്കിൽ അവശത ഉണ്ടാകാൻ കാരണമായത്? നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നിഖിൽ? ഏതായാലും എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ അത്തരത്തിൽ മന്ത്രിയെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഏതായാലും കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികൾ പൂർത്തിയാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് മന്ത്രിക്കെതിരെ KSU പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, കരിങ്കൊടി കാണിച്ചുൾപ്പെടെയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പരിക്ക് പറ്റി എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് മന്ത്രിക്ക് നേരെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം വരുന്നത്. അതിനുശേഷം മന്ത്രി ട്രെയിൻ കയറുന്നതിനായി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ സമയത്താണ് കയ്യിലും കഴുത്തിലും വേദന അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ നേടിയത്. അത്തരത്തിൽ നമുക്ക് ഇനി ആ നിലയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിക്ക് നേരെ നേരിട്ടുള്ള ഒരു ശാരീരികമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഏതായാലും അല്പസമയത്തിനകം വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മൾ അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്ന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തും. അവിടെ നിന്ന് മന്ത്രിയിൽ നിന്ന് തന്നെ നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീറിന്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രി പോയിരിക്കുന്നത്. മന്ത്രിക്ക് ആ നിലയ്ക്ക് കഴുത്തിനും കൈക്കും ഉൾപ്പെടെ വേദന അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ചികിത്സ തേടിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും KSU-വിന്റെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി ശരി നിഖിൽ, അതിന്റെ